പ്രസംഗത്തിൽ മിനിസ്റ്റർ പറഞ്ഞു വേടനെ ഞങ്ങൾ സ്വീകരിച്ചു. ആ വാക്ക് പോലും വേടനെ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ വേടനെ പോലെ ഒരാളിനെ സ്വീകരിക്കേണ്ട കാരണം എന്താ? മലയാളം അത് നിങ്ങളുടെ വിവാദമാക്കുക. മലയാളത്തിലെ ഈ എഴുത്തുണ്ടല്ലോ, മറ്റേ ഗാന രചനാ രംഗത്ത് വേടം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് വേടനാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ ഉടനെ അതിനെ വേറെ ട്വിസ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള ആളുകൾ നൂറുകണക്കിനുള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ജൂതി സ്വീകരിച്ചു. അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ല ഉടനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാതെ എന്ത് ട്വിസ്റ്റ് ചെയ്തു? ഞാൻ അങ്ങനെ വേടനെ പോലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ ഒരുപാട് വലിയ എഴുത്തുകാരുടെ നാട്ടിൽ വേടനെ പോലെ പാട്ടുപാടുന്ന അതൊരു എഴുത്തുകാരനല്ല, അങ്ങനെ ഗാനരചയിതാവല്ല, ആ സെൻസിക്കാണ് ആള് ഒരു ഗാനം എഴുതിയപ്പോൾ അത് കേരളം സ്വീകരിച്ചു എന്നാ പറഞ്ഞത്. അതിന്റെ നല്ല വശം എടുക്കുക, അതിന് ഉടനെ നിങ്ങൾ എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മീറ്റിംഗ് ഉണ്ടാവും പറഞ്ഞല്ലോ, അതിൽ ഏതൊക്കെ വിഷയങ്ങളായിരിക്കും എന്റെ പോലും എടുത്തോണ്ട് നിങ്ങൾ ചർച്ച ചെയ്യാതെ. ഈ സ്കൂളുകളിലെ ബാക്ക് ബെഞ്ച് സിസ്റ്റം ഉൾപ്പെടെ പ്രമേയമാക്കി കൊണ്ടുവന്നതാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രം. അത് ഈ എൻട്രിയിൽ ഉണ്ടായിരുന്നു, അത് പരിഗണിക്കപ്പെടുകയും ചെയ്തതാണ്. നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ ഇന്നലെ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള ജൂറി അംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് അവരോട് ചോദിക്കാൻ ഇഷ്ടം പോലെ സമയം കൊടുത്തു. അവിടെ ചോദിച്ച് ക്ലാരിഫിക്കേഷൻ വരുന്നതാണ്. ഒരു സിനിമയും ഞാൻ ഇതിനകത്ത് ജൂറിയുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിനകത്ത് അവാർഡ് വിധികർത്താവല്ല. അവർ കണ്ട് അവർ വിധി പ്രഖ്യാപിച്ചു. അത് സത്യസന്ധമായി നാട്ടുകാരോട് പറഞ്ഞു. അതാണ് പറയുന്നത്. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരുവനന്തപുരത്ത് എന്ന് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ടവരെ വിളിച്ചിട്ട് ഈ കുട്ടികളുടെ ഇഷ്യൂ ചൂണ്ടിക്കാണിച്ചത് ഗൗരവമായി തന്നെ എടുത്തിട്ട് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാന താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അപ്പോൾ കേന്ദ്രം ഈ രാഷ്ട്രീയം പൊളിച്ചു അടുക്കുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടേ? രാഷ്ട്രീയമൊന്നുമില്ല ഇവിടെ. പിന്നെ മാർക്കറ്റ് ഉണ്ടാക്കുന്ന എന്ത് രാഷ്ട്രീയം? പൊതുവായി പറഞ്ഞ കേന്ദ്രം തരുന്ന പൈസ കേന്ദ്രത്തിൽ ഇവിടുന്ന് കൊണ്ടുവന്ന പൈസ ആണെന്ന്. നിങ്ങൾ ഇന്ന് കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടെ തെങ്ങ കേട്ട പൈസ ഒന്നുമല്ല. ഈ സംസ്ഥാനത്ത് നിന്ന് ടാക്സായി കൊണ്ടുവന്ന പൈസയിൽ ഒരു വീതം ഇങ്ങോട്ട് തരിക, അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റിനുള്ളത്. ആ ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തോട് രാവിലെ ഉച്ചയ്ക്കുമായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? അവര് തരേണ്ട പൈസ തരുന്നുണ്ടോ അത് ഞങ്ങൾ നോക്കും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പദ്ധതികൾക്ക് അംഗീകാരം തരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ 50% തുക മാർക്കറ്റ് അവർ 50% സ്റ്റേറ്റ് ഇട്ടു. അത് കേന്ദ്രമായിട്ട് ദിവസം വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. നയപരമായ പ്രശ്നങ്ങളിലല്ല വിഷയം, രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് വിഷയം. രാഷ്ട്രീയമായി കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഒരു നിലപാടും ഞങ്ങൾ യോജിക്കുന്നില്ല. ആ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. ഒപ്പം കേരളത്തിന്റെ വികസനത്തിൽ അവരോടൊപ്പം സഹകരിച്ചു പോകണമെന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എന്ത് വ്യത്യാസം?